Hi, welcome to Lash Class. BA ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസിംഗ് ലിറ്ററേച്ചറിലെ ആദിവാസി വിൽ നോട്ട് ഡാൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഹൻസ്ത ശേഖർ എഴുതിയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മളിവിടെ ആ സ്റ്റോറിയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിൻ്റെ ഒരു നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറി നോക്കാം. പാർട്ട് 1. The narrator, a 60-year-old Adivasi named Mangal Murmu, contemplates the events that led him to the jail. ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇതിൽ നരേറ്റർ ഒരു 60 വയസ്സായിട്ടുള്ള ആദിവാസിയായ മംഗൾ മുർമു എന്നു പേരുള്ള ഒരു വ്യക്തി ജയിലിലാണുള്ളത്. അദ്ദേഹം എങ്ങനെ ജയിലിലെത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. He begins by explaining the conditions of സാന്താൾ കമ്മ്യൂണിറ്റി ഇൻ ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ സാന്താൾ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആളാണ് ഇദ്ദേഹം. അപ്പോൾ അവരുടെ അവിടുത്തെ ജീവിതാവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. They are rural farmers with no access to proper education and other services. ആദിവാസി വിഭാഗം എന്ന നിലയിൽ അവരൊരു റൂറൽ ഏരിയയിൽ തന്നെയാണ് താമസിക്കുന്നത്. അവിടെ അവർക്ക് കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസമോ മറ്റ് സേവനങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് അവിടെയുള്ള ഈ ഗവൺമെൻറ് സ്കൂളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അധ്യാപകർ വരുന്നത് എന്നുള്ള രീതിയിലാണ്. ആ രീതിയിൽ ഇവർ ആദിവാസികളാണല്ലോ എന്ന് കരുതിയിട്ട് ഇവരെ കാര്യമായി എടുക്കാത്ത രീതിയിലുള്ള സമീപനമാണെന്ന് അദ്ദേഹം പറയുന്നു. Then, their land is being stolen by coal mine companies and settlers. മറ്റൊന്ന്, ഇവരുടെ ഭൂമി ഇവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവരുടെ പരിസര പ്രദേശങ്ങളിലുടനീളം ഈ കൽക്കരി ഖനികൾ ഉണ്ടാവുകയും ആ രീതിയിൽ അവർക്ക് ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കൂടാതെ അവിടേക്ക് സെറ്റിലേഴ്സ് വരുന്നുണ്ട്. അതായത് കുടിയേറ്റക്കാരായിട്ടുള്ള മറ്റ് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആദിവാസികളല്ലാത്ത ആളുകൾ അവിടെ വരികയും അവർ ഇവരെക്കാൾ വലിയ രീതിയിൽ അവിടെ ജീവിച്ചുകൊണ്ട് ഇവരെ ജോലിക്കാരാക്കി മാറ്റുന്ന തരത്തിലുള്ള സമീപനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ they also face sexual assault from other religious groups. ഇനി മറ്റ് വിഭാഗം ആളുകളിൽ നിന്ന്, ഈ ആദിവാസികളല്ലാത്ത മറ്റ് മതവിഭാഗം മറ്റ് ജാതി വിഭാഗമായിട്ടുള്ള ആളുകളിൽ നിന്ന് അവർക്ക് ലൈംഗിക ചൂഷണം പോലുള്ള അതിക്രമങ്ങളും കൂടി നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ വളരെ ദയനീയമായിട്ടുള്ളൊരു ജീവിത സാഹചര്യമാണ് അവർക്കുള്ളതെന്ന് അവർ പറയുന്നു. Those who appear to help them only want to take advantage of them. ഇനി അവരെ സഹായിക്കാൻ എന്ന പേരിൽ വരുന്ന ആളുകൾ അവരിൽ നിന്ന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാനാണ് അദ്ദേഹം പറയുന്നത്. അതായത് ക്രിസ്ത്യൻ മിഷണറിമാരായിട്ടുള്ള ആളുകൾ സ്കൂളുകൾ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ ആ സ്കൂളുകളിൽ പോയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ പേര് മാറ്റണം, ഇവരുടെ മതം മാറണം എന്നുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇനി മറ്റു ഹിന്ദു വിഭാഗത്തിലെ ആളുകൾ വരികയാണെങ്കിൽ നിങ്ങൾ ഗോമാംസം കഴിക്കരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവരെ ഹിന്ദുക്കളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു വിഭാഗം ചെയ്യുന്നത്. ആ രീതിയിൽ ഇവരെ സഹായിക്കണം എന്ന് പറഞ്ഞു വരുന്ന ആളുകളെല്ലാം ഇവരെ അവരുടെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ശരിക്കും ഇവരെ സഹായിക്കണമെന്ന് ആർക്കുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പാർട്ട് 2. Mangal Murmu, an elder and leader of a tribal dance troupe for over 2 decades, is approached to perform a high-profile government event. ഇനി ഇദ്ദേഹം ഒരു ഡാൻസ് ട്രൂപ്പിൻ്റെ ലീഡറാണ്. അതായത് സാന്താൾ നൃത്തം എന്ന് പറയുന്നത് ഇവരുടെ കൾച്ചറലി തനതായിട്ടുള്ളൊരു നൃത്തരൂപമാണ്. അത്തരം ഒരു ഡാൻസ് ട്രൂപ്പിൻ്റെ ലീഡറാണ് ഇദ്ദേഹം. ഒരു ദിവസം ഇദ്ദേഹത്തിന് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ക്ഷണം ലഭിക്കുന്നു. ഒരു സർക്കാരിൻ്റെ വലിയൊരു പരിപാടിയിൽ ഇവരുടെ നൃത്തം അവതരിപ്പിക്കണം എന്നാണ് ഇദ്ദേഹത്തോട് പറയുന്നത്. ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഇവൻറ്റ് ഈസ് നോട്ട് ഗിവൺ ടു ഹിം ഇനീഷ്യലി. ഇനി ഈ പരിപാടി എന്നാണ്, എവിടെയാണ്, ആരൊക്കെയാണ് ഇതിൽ അതിഥികൾ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും തുടക്കത്തിൽ അദ്ദേഹത്തിനോട് പറയുന്നില്ല. ഹി അക്സെപ്റ്റ്സ് ദി ഓഫർ ഫോർ മണി ആൻഡ് റെക്കഗ്നീഷൻ. പക്ഷേ ഡീറ്റെയിൽസ് പിന്നെ അറിയിക്കാമെന്നാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹത്തിനാണെങ്കിൽ പണം ആവശ്യമുണ്ട്. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ പരിപാടിയിൽ ഈ പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് റെക്കഗ്നീഷനൊക്കെ കിട്ടും. ആ രീതിയിൽ അദ്ദേഹം അത് സമ്മതിക്കുന്നു. ഹി ബിഗിൻസ് പ്രാക്ടീസ് വിത്ത് ഹിസ് ട്രൂപ്പ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലെ ആളുകളുമായിട്ട് ഈ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസൊക്കെ ആരംഭിക്കുകയാണ്. പാർട്ട് 3. Later, Mangal learns about a thermal power plant project which will displace 11 Santhal villages nearby. പിന്നീട് ഇദ്ദേഹം മറ്റൊരു വാർത്ത അറിയുകയാണ്. അതായത് ഈ സാന്താൾ വിഭാഗം ആളുകൾ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ ഒരു തെർമൽ പവർ പ്ലാന്റ് വരാൻ പോകുന്നുണ്ട്. അത് കാരണം കൊണ്ട് അവിടെയുള്ള ആളുകളെ അവിടെ നിന്ന് കുടി ഒഴിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു വാർത്ത അദ്ദേഹം കേൾക്കുന്നു.
Since his daughter is also married to one of those villages, he is deeply worried. ഇദ്ദേഹത്തിൻ്റെ മകളെ ഇതിലൊരു ഗ്രാമത്തിലേക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം വളരെ ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പ്ലാന്റ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരെ ഇവിടുന്ന് കുടിയിറക്കുമോ എന്നൊക്കെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ദ പ്രൊട്ടസ്റ്റ് ആൻഡ് ആർ ഗിവൺ ഫോൾസ് പ്രോമിസസ്. അങ്ങനെ ഇവർ ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ചൊക്കെ നടത്തിയിട്ട് പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇവരുടെ അടുത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള പ്രോമിസാണ് ഇവർക്ക് ലഭിക്കുന്നത്. പോലീസ് ഇവഞ്ച്വലി കംസ് വിത്ത് ബുൾഡോസേഴ്സ് ടു എക്സ്പെൽ ദം. പക്ഷേ ഈ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടാതെ പിന്നീട് പോലീസ് ഈ സർക്കാരിൻ്റെ ഉത്തരവും ബുൾഡോസേഴ്സും കൊണ്ടുവന്ന് ഇവരുടെ കുടിലുകളൊക്കെ ഇടിച്ചു നിരത്തിയിട്ട് ഇവരെ ഇവിടുന്ന് പുറത്താക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അതായത് ആ 11 ഗ്രാമങ്ങളിലെ 4 ഗ്രാമങ്ങളിലെ ഭൂമി അവർ ഓൾറെഡി ഏറ്റെടുത്തു കഴിഞ്ഞു. ദീസ് ഇവൻറ്റ്സ് ഡീപ്ലി അപ്സെറ്റ്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് ഇതുപോലെ ഗ്രാമങ്ങളിൽ നിന്ന് കുടിയൊഴിക്കൽ ഉണ്ടാകുന്ന സമയത്ത് അത് വളരെയധികം അപ്സെറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഹീസ് ഓൾസോ ഡിസ്റ്റർബ്ഡ് ബൈ ദ ഇൻഡിഫറൻസ് ഓഫ് ദ മീഡിയ. കൂടാതെ ഈ മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള ഇവരോട് കാണിക്കുന്ന സമീപനത്തെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതായത് ഇവിടെ വികസനം വരാൻ പോവുകയാണ്, ഇവിടെ ആകെ ഡെവലപ്ഡ് ആവും എന്നുള്ള രീതിയിലാണ് മീഡിയ പറയുന്നത്. പക്ഷേ ഈ ആദിവാസികളെ കുടിയിറക്കുന്നതിനെ കുറിച്ചിട്ട് ആരും സംസാരിക്കാത്തതിൽ അദ്ദേഹത്തിൻ്റെ നിരാശ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പാർട്ട് 4. He then learns that the dance performance is to welcome the President of India who comes to inaugurate the power plant. പിന്നീടാണ് ഇദ്ദേഹത്തിന് വിവരം ലഭിക്കുന്നത്. ഇദ്ദേഹത്തിന് ക്ഷണിച്ചിട്ടുള്ള ഈ ഡാൻസ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് അവിടേക്ക് വരുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഈ തെർമൽ പവർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന് തറക്കല്ലിടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസിഡന്റ് വരുന്നത്. ആ ചടങ്ങിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ട്രൂപ്പിനെ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. Torn between his cultural pride and the injustice faced by his community, Mangal makes a significant decision. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിലുള്ള ആളുകളെ അവിടെ നിന്ന് കുടിയിറക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവരെ കുടിയിറക്കിയിട്ട് അവിടെ സ്ഥാപിക്കാൻ പോകുന്ന ഈ പ്ലാന്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇവരോട് നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. He refuses to perform, defying the expectations of the organizers and challenging the celebratory narrative surrounding the event. അങ്ങനെ ഇദ്ദേഹം ആ പരിപാടിക്ക് അവിടെ പോകുന്നുണ്ട്. അവിടെ ഈ സ്റ്റേജും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഇദ്ദേഹം മൈക്ക് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. He delivers a simple yet a powerful statement. We Adivasis will not dance anymore. അദ്ദേഹം അവിടെ മൈക്ക് എടുത്തുകൊണ്ട് പറയുന്നത് ഞങ്ങൾ ആദിവാസികൾ നൃത്തം ചെയ്യില്ല, കാരണം ഞങ്ങളുടെ ആളുകൾ ഇവിടെ കുടിയിറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുക, ഞങ്ങൾക്ക് എങ്ങനെയാണ് നൃത്തം ചെയ്യാൻ കഴിയുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. which of course ended him up in jail after getting beaten by police. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പ്രസിഡന്റ് വരുന്ന ഒരു ചടങ്ങിൽ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോലീസിൻ്റെ മർദ്ദനം ആൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹം ജയിലിലായിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ആദിവാസികൾ നേരിടുന്ന ചൂഷണങ്ങളെ കുറിച്ചിട്ടും അവരുടെ ഭൂമി വികസനത്തിൻ്റെ പേരിൽ എടുക്കുന്നതിനെ കുറിച്ചിട്ടും ഉള്ള ഒരു കഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഇതിലെ നോട്ട്സാണ്. ഇതിലെ ഇമ്പോർട്ടൻ്റ് തീംസും പെർസ്പെക്റ്റീവും ഉൾപ്പെടുന്ന പോയിൻറ്റ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പോയിൻറ്റ്സും ഇതിലെ സമ്മറിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിലെ പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ പോയിൻറ്റ്, പവർ ആൻഡ് ഹെജിമണി. അധികാരവും ഈ ഹെജിമണി എന്ന് പറയുന്നത് അധികാരവർഗത്തിൻ്റെ നരേറ്റീവാണ്. അതായത് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവരുടെ ഒരു പെർസ്പെക്റ്റീവ് അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് ഹെജിമണി എന്ന് പറയുന്നത്. ഡോമിനൻ്റ് പവർ. ദി ഓർഗനൈസേഴ്സ് ഓഫ് ദി ഇവൻറ്റ് റെപ്രസെൻറ്റ് ദ ഡോമിനൻ്റ് പവർ സ്ട്രക്ചർ സെലിബ്രേറ്റിംഗ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് വിത്തൗട്ട് അക്നോളജിങ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ലൈക്ക് ആദിവാസീസ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ ഡൊമിനൻ്റ് പവറിലുള്ള ആളുകൾ അവരുടെ ഡെവലപ്മെൻറ്റ് അവരിങ്ങനെ ആഘോഷിക്കുകയാണ്. പക്ഷേ അതുമൂലം ഈ ആദിവാസികൾക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നില്ല. ഹെജിമോണിക് നരേറ്റീവ്. The event represents a hegemonic narrative, portraying development as universally positive and ignoring the voices of those who suffer its consequences. ഇവിടുത്തെ നരേറ്റീവ് എന്ന് പറയുന്നത് അധികാരികളുടേത്. ഇവിടെ ഡെവലപ്മെൻറ്റ് വരാൻ പോവുകയാണ്, ഇവിടെ ആകെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പവർ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ ഓർഗനൈസേഴ്സും എല്ലാം പറയുന്നത്. പക്ഷെ അതുമൂലം ഈ ആദിവാസികൾക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചിട്ട് അവർ പറയുന്നില്ല. മംഗൾസ് റെസിസ്റ്റൻസ്. Mangal's refusal to dance disrupts the dominant power structure and challenges the hegemonic narrative. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഞങ്ങൾ നൃത്തം ചെയ്യില്ല എന്നുള്ള പ്രഖ്യാപനം ഇത്തരത്തിലുള്ള നരേറ്റീവ്സിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്.
അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഐറണിയാണ്. ഐറണി ഓഫ് സെലിബ്രേഷൻ. The event celebrates progress achieved through the very projects that displace and marginalize the Adivasis, creating a sense of irony. ഇനി ഇവിടെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ചടങ്ങിനെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്നിവർ പറയുമ്പോൾ അതുമൂലം ആദിവാസികൾക്ക് ഭൂമി നഷ്ടപ്പെടുന്നതിനെ കുറിച്ചിട്ടും അവരുടെ ജീവിതം വഴിയാധാരമാവുന്നതിനെ കുറിച്ചിട്ടും അവർ ചിന്തിക്കുന്നില്ല. ആ രീതിയിൽ ഇത്തരം ആളുകളുടെ ഭൂമി നഷ്ടപ്പെടുന്ന, അവർ തെരുവിലേക്ക് എറിയപ്പെടുന്ന ഒരു കാര്യം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഐറണി അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇൻവിറ്റേഷൻ ടു ഡാൻസ്. The invitation to perform an act traditionally associated with the celebration and joy becomes a symbol of oppression and injustice in this context. ഇനി ഈ സാന്താൾ കമ്മ്യൂണിറ്റിയിലെ ആളുകളെ തന്നെ ഈ ഡാൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുക എന്ന് പറയുന്നത് ഒരു ഒപ്രഷൻ്റെ സിമ്പലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം ഇവരുടെ ഭൂമിയാണ് ഇവിടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ നടത്തുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ഉദ്ഘാടനത്തിന് അവരെ തന്നെ ഡാൻസ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഒപ്രസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സ്വന്തം ഭൂമി നഷ്ടപ്പെടുന്ന സമയത്ത് അതേ കമ്മ്യൂണിറ്റിയിലെ ആളുകളെ വിളിച്ചിട്ട് ഇവിടെ ഈ ഉദ്ഘാടനത്തിൽ ഡാൻസ് ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരു ഐറണി ഉണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റും നമുക്കിതിൽ പാരഗ്രാഫ് എസ്എ ക്വസ്റ്റ്യൻസിൽ എഴുതാവുന്നതാണ്. ഇനി ഇതിൽ വരുന്നത് ഡിസ്കോഴ്സസ് ആണ്. Dominant discourse. The event and the development projects it celebrates represent a dominant discourse that marginalizes the voices and the experiences of the Adivasis. ഇവിടുത്തെ ഡോമിനൻ്റ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൻ്റെതുമാണ്. അവരെ സംബന്ധിച്ചിട്ട് പവർ പ്ലാന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പവർ കട്ട് ഉണ്ടാവില്ല. എവിടെ ഉണ്ടാവില്ല? നഗരങ്ങളിൽ പവർ കട്ട് ഉണ്ടാവില്ല. അതുപോലെ ഫാക്ടറികൾ വർക്ക് ചെയ്യും. അത്തരം കാര്യങ്ങളാണ് അവരുടെ ഒരു ഡിസ്കോഴ്സായിട്ട് വരുന്നത്. ആദിവാസികൾക്ക് ഭൂമി നഷ്ടപ്പെടുക എന്ന് പറയുന്ന കാര്യം അവരുടെ ഡിസ്കോഴ്സിനകത്ത് വരുന്നില്ല. കൗണ്ടർ ഡിസ്കോഴ്സ്. Mangal's refusal to dance can be seen as a form of counter discourse, challenging the dominant narrative and offering an alternative perspective. അപ്പോൾ ഇദ്ദേഹം ആദിവാസി വിൽ നോട്ട് ഡാൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ഭൂമി ഇങ്ങനെ എടുത്തു മാറ്റപ്പെടുന്ന സമയത്ത് ഞങ്ങൾക്ക് എങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇവരുടെ ഈ നരേറ്റീവിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ സമ്മറിയും അതുപോലെ ഇത്തരം പോയിന്റ്സും പെർസ്പെക്റ്റീവും എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൽ പാരഗ്രാഫ് എസ്എ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങളിതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്